നമസ്കാരം. ഡീകോഡിംഗ് ബഡ്ജറ്റ് എന്ന ബഡ്ജറ്റ് വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. സാധാരണക്കാരന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളടങ്ങുന്ന ജനക്ഷേമ ബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ കേരള ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു. സാമ്പത്തിക പ്രതിസന്ധികളും കേന്ദ്ര സംസ്ഥാന ധനതർക്കങ്ങളും കടബാധ്യതയും തൊഴിൽ പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സർക്കാർ പറയുന്നത് ഇത് ജനക്ഷേമത്തിനും വികസനത്തിനും തുല്യത നൽകുന്ന ബഡ്ജറ്റാണ് എന്നാണ്. എന്നാൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഇത് പ്രാവർത്തികമാക്കാൻ സാധ്യതയില്ലാത്തൊരു ബഡ്ജറ്റാണ് എന്നാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പദ്ധതികൾ മുതൽ സംസ്ഥാനത്തിൻ്റെ ദീർഘകാല സാമ്പത്തിക ആരോഗ്യം വരെ ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഭാവിക്ക് എത്രമാത്രം വഴികാട്ടിയാകും? വരുമാനം കൂട്ടാനുള്ള വ്യക്തമായ റോഡ് മാപ്പ് ഉണ്ടോ? അതോ ചെലവിൻ്റെ ഭാരം മാത്രമാണോ ഉയരുന്നത്? യുവാക്കൾക്ക് ഇത് ജോലി സൃഷ്ടിക്കുമോ? MSME മേഖലയ്ക്ക് ഊർജം നൽകുമോ? ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, കോൺഗ്രസിൻ്റെ പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, മുൻ വ്യവസായ സെക്രട്ടറി TS ചന്ദ്രൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നിബിൻ കൃഷ്ണൻ എന്നിവർ. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഈ ബഡ്ജറ്റിനെ മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? വരുമാന വർധനവിനുള്ള മാർഗങ്ങൾ ബഡ്ജറ്റിലുണ്ടോ? മിസ്റ്റർ ജെയിംസ്, അതായത് ഈ ബഡ്ജറ്റ് ഇവിടെ എഴുതി കാണിച്ചു ഏതോ ഒരു വലിയ കാര്യം, അതായത് 10 വർഷം മുൻപുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ബജറ്റ് അവതരണ വേളയിൽ. അപ്പോൾ എനിക്ക് തോന്നി ഈ ബജറ്റ് ഇപ്പോ കേരളം മുട്ടിൽ ഇഴയുന്ന സ്റ്റേജിലാണ്. 10 വർഷം മുൻപ് അങ്ങനെ ആയിരുന്നില്ല, സ്വന്തം കാലിൽ നിൽക്കുന്ന കേരളമായിരുന്നു. കാരണം അന്ന് നമ്മുടെ നോംസ്, അതായത് ബജറ്റിൽ പറയാവുന്ന കാര്യങ്ങള്, അതായത് നമ്മുടെ റവന്യൂ വരുമാനം 2% താഴെയായിരുന്നു. ധനക്കമ്മി അതും 3% ചുറ്റുവട്ടത്ത് 3%-നോട് അടുത്തായിരുന്നു. സഞ്ചിത കടമാണെങ്കിൽ GSDPയുടെ 29%-ലോ അതിന്റെ തൊട്ട് താഴെയോ ആയിരുന്നു. അതെല്ലാം മാറിയിട്ട് ഇപ്പൊ നോക്കൂ, റവന്യൂ കമ്മി 2.4%, മൂലധന അതായത് ധനക്കമ്മി 3.4%. ഇങ്ങനെ പോവുകയാണ് കമ്മികളുടെ കാര്യം. അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് അറിഞ്ഞുകൂടാ സഞ്ചിത കടം എത്ര എത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ അടുത്ത കാലത്ത് വന്ന CAG റിപ്പോർട്ട് അനുസരിച്ച് 6 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ സഞ്ചിത കടം. അതായത് ബജറ്റ് വഴി എടുത്ത 4,97,000 സംതിങ്, അതിന്റെ കൂടെ കിഫ്ബി വഴിയും KSSPL വഴിയും എടുത്ത കടം ചേരുമ്പോൾ 6 ലക്ഷം കോടി. അപ്പൊ 6 ലക്ഷം കോടി കടവുമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സംസ്ഥാന സർക്കാർ, അതായത് ധനപ്രതിസന്ധിയുടെ ആഴങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ആണ് ഇന്ന് നമ്മൾ കണ്ട ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിച്ചത്. സത്യത്തില് കോൺസ്റ്റിറ്റ്യൂഷന്റെ 112 അനുച്ഛേദം 112 അനുസരിച്ച് ഇന്ന് ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇനി 3 മാസം മാത്രമേ അടുത്ത ഇലക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി ഈ 3 മാസത്തെ ചെലവിനുള്ള ഫണ്ട് മാത്രം അവര് മൊബിലൈസ് ചെയ്താൽ മതി. പക്ഷേ അതിന് പകരം ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കുന്നു. എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഞങ്ങൾ തന്നെ തിരിച്ചു വരും, അതായത് പിണറായി വിജയൻ 0.3 എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ബജറ്റ് കൊണ്ടുവരുന്നത്. ഇനി എന്താണ് ഒരു ബജറ്റ്? ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ 112 അനുച്ഛേദം അനുസരിച്ച് യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആകട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ
ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആകട്ടെ, ഏത് ഗവൺമെന്റിന്റെയും ഒരു ബജറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പറഞ്ഞാൽ ആ ധനവർഷത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് ജനത്തെ ബോധ്യപ്പെടുക, അത് ജനപ്രതിനിധികൾ വഴിയും അല്ലാതെയും ജനത്തെ ബോധ്യപ്പെടുത്തുക, അതിനുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ബജറ്റ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇനി 3 മാസം മാത്രം ഭരിക്കാനിരിക്കെ എന്തിനാണ് ജനങ്ങളെ ഒരു വർഷത്തെ മുഴുവനും വരവും ചെലവും ബോധ്യപ്പെടുത്തേണ്ടത്? അപ്പൊ 3 മാസത്തെ ബജറ്റ് മാത്രം മതിയായിരുന്നു. ആ സ്ഥാനത്താണ് ഒരു ഫുൾ ബജറ്റ്. അപ്പൊ എന്താണ് ഈ ഫുൾ ബജറ്റിന്റെ അന്തസത്ത അല്ലെങ്കിൽ അതിന്റെ പുറകിലത്തെ കാരണം എന്താണ്? അങ്ങനെ ഒരു ഫുൾ ബജറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 3 മാസം കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ, അതായത് 100% ജനങ്ങളെയും കോൺഫിഡൻസിൽ എടുക്കണം. അവർക്കെല്ലാം പ്രയോജനപ്രദമായ എന്തൊക്കെയോ ഈ ബജറ്റിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി കൊടുക്കുക. അങ്ങനെ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി കഴിയുമെങ്കിൽ പിണറായി വിജയൻ 3 വരാൻ സാധിക്കണം. അതിനുവേണ്ടി കൊണ്ടുവന്ന ബജറ്റാണ്. അതിനുള്ള എല്ലാ കേളികെട്ടും ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ തരക്കാർക്കും എല്ലാ മേഖലകളിലും എന്തെങ്കിലും ഒക്കെ വാരി വിതറി വിതച്ചു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വാരി വിതറി വിതച്ചു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരുപാട് സ്കീംസ് ഞാൻ എണ്ണിയില്ല, ആ സ്കീംസ് ഒക്കെ, അതായത് 5 കോടിയിൽ താഴെ മുതൽ 50 ലക്ഷം വരെ നീക്കിയിരിപ്പ് നൽകിയിട്ടുള്ള സ്കീംസ് ഉണ്ട്. ഇതൊന്നും നടക്കാനുള്ളതല്ല, മോഹന സുന്ദര വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് ആ നീക്കിയിരിപ്പ് കൊണ്ട് തന്നെ മനസ്സിലാക്കും. പിന്നെ അതിൽ നിന്ന് വരാനുള്ള ഒരു കാര്യം, ഇങ്ങനെ നീക്കിയിരിപ്പ് വെച്ച് കുറേ സ്കീംസ് നമുക്ക് ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്കീംസ് വാരി വെതറിയിരിക്കുക, വിത്ത് വെതറുന്നത് പോലെ വെതറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു പക്ഷേ ഈ ഗവൺമെന്റ് വീണ്ടും ഭരണത്തിൽ വന്നാൽ അവരുടേതായ പിൻവാതിൽ നിയമനത്തിനുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, ഈ ബഡ്ജറ്റ് ജനങ്ങളെ വഞ്ചിക്കുന്ന അക്കങ്ങൾ മാത്രമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എവിടെയാണ് ഇതിൽ വഞ്ചന? ഒരു ബജറ്റിന് അതിൻ്റെതായിട്ടുള്ള വിശുദ്ധിയുണ്ട്, പവിത്രതയുണ്ട്, പരിശുദ്ധിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മേരി ജോർജ് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കേന്ദ്ര സർക്കാർ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ചത് ഇടക്കാല ഗവൺമെന്റ് ആയിരുന്നു, അല്ല ഇടക്കാല ബജറ്റ് ആയിരുന്നു. നിർമ്മലാ സീതാരാമൻ അവരുടെ പ്രസംഗം തന്നെ അവസാനിപ്പിച്ചത് ജൂൺ മാസത്തിൽ പുതിയ സർക്കാർ വന്ന് പുതിയ ബജറ്റ്, സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്ന. അതാണ് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഗവൺമെന്റുകൾ ഒരു ഇടക്കാല ബജറ്റോ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഒരു ഓട്ട് ഓൺ അക്കൗണ്ടാണ് സാധാരണഗതിയിൽ പാസ്സാക്കുക. പക്ഷെ ഇവിടെ ആധികാരികമായി അടുത്ത ഒരു സാമ്പത്തിക വർഷത്തേക്ക് ഉള്ള എന്ന രീതിയിൽ വളരെ കൊട്ടിഘോഷിച്ച് ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ് ഈ ബജറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ പ്രഖ്യാപനങ്ങൾക്കൊന്നും എതിരല്ല, പക്ഷെ ജനങ്ങളെ ഇങ്ങനെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകി അത് എത്രമാത്രം യാഥാർത്ഥ്യബോധമുള്ളതാണ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമോ? ഇന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇത് നടപ്പാക്കാൻ പോവുകയാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കേണ്ടതുണ്ടോ? നമ്മൾ എന്താണ് ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ഇന്നലെ വളരെ കൃത്യമായി തന്നെ നിയമസഭയിൽ ഇന്നലെ അവതരിപ്പിച്ച ഈ ധനകാര്യ, ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി ഓഫ് കേരള റൈറ്റ് നോ, ഇപ്പോഴുള്ള കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളിലുണ്ട്. ഞാൻ ആ കണക്കുകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയുന്നു. 2024-25 6.19 ആയിരുന്നെങ്കിൽ 23-24 അത് 6.73 ആകുന്നു. 2, കടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് 12.6% നിന്നും 15.68% കൂടുന്നു. റവന്യൂ കമ്മി GSDPയുടെ 2.49%, അതിന് മുൻപത്തെ വർഷം 1.60 ആയിരുന്നത് ഏകദേശം ഇരട്ടിയായിരിക്കുകയാണ് ഒറ്റ വർഷം കൊണ്ട് റവന്യൂ കമ്മി. അതുപോലെ ധനക്കമ്മി 3.2% നിന്നും 3.86% കൂടിയിരിക്കുന്നു. ഇനി ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു കാര്യം പറയാം. കടവും GSDPയും തമ്മിലുള്ള അനുപാതം 24.83% കുതിച്ചു കയറിയിരിക്കുന്നു. 25% ഈ പറയുന്ന കടവും GSDPയും തമ്മിലുള്ള അനുപാതം വരുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള
ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്നും ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഉണ്ടായ അഡീഷണൽ റവന്യൂ ഇൻകം എത്രയാണെന്നറിയോ? നമ്മൾ ഞെട്ടിപ്പോവും. ഒരു വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ അധിക റവന്യൂ വരുമാനം എന്ന് പറയുന്നത് വെറും 374 കോടി രൂപ മാത്രമാണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്നും ഈ സാമ്പത്തിക വർഷം എത്തി നിൽക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന കേവലം വന്നിട്ട് വെറും 374 കോടി. അതിൽ വെറും 200 കോടി മാത്രമേ നികുതി വരുമാനത്തിൽ കൂടിയിട്ടുള്ളൂ. 174 കോടി എന്ന് പറയുന്നത് നികുതിയേതര വരുമാനത്തിൽ. അതാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പിന്നെ വരികയാണ്. ഇപ്പോൾ വരുമാനം എന്ന് പറയുന്നത് അവകാശപ്പെടുന്നത് എന്താ? സർക്കാരിന് വലിയ വരുമാനം കുതിച്ചു കയറുകയാണ്. നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സർക്കാർ ഏത് കാലഘട്ടമായിട്ടാണ് കമ്പയർ ചെയ്യുന്നറിയാമോ? കോവിഡ് കാലഘട്ടം. കോവിഡ് കാലഘട്ടത്തിൽ ഇതായിരുന്നു, അല്ലെ 5 വർഷം മുന്നേ ഇതായിരുന്നു നമ്മുടെ വരുമാനം. അതിൽ നിന്നും ഇപ്പോൾ വലിയ വരുമാനത്തിൽ കുതിച്ചുകയറ്റം ഉണ്ടായിരിക്കുന്നു. യാഥാർത്ഥ്യം അതല്ല. ഞാനൊരു കണക്ക് പറയാം. കഴിഞ്ഞ ബജറ്റില്, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 1,50,000 കോടിയായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചതെങ്കിൽ ആക്ച്വലി വന്നത് എത്ര അറിയോ? 1,37,000 കോടി. അതിൽ തന്നെ 15,000 കോടി രൂപയുടെ കുറവാണ് സർക്കാരിന്റെ കണക്കിൽ നമ്മുടെ വരുമാനം. ഞാൻ ചോദിക്കട്ടെ, ഈ വരുമാനമില്ലാതെ നമ്മൾ എവിടെ നിന്ന് ചെലവാക്കും? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് 2 പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളാണ്. ഒന്ന് നമുക്കറിയാം, റവന്യൂ, ഈ പറയുന്ന വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നികുതി വരുമാനം. ആ നികുതി വരുമാനത്തിലും വളർച്ചയില്ല, നികുതിയേതര വരുമാനത്തിലും വളർച്ചയില്ല. നികുതിയേതര വരുമാനത്തിന്റെ 67% ലോട്ടറിയിൽ നിന്ന് മാത്രമാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ ചർച്ചയിലേക്ക് ആവശ്യപ്പെടാനുള്ളത്, ബജറ്റ് പെർഫോമൻസ്, മുൻ വർഷങ്ങളിലെ പദ്ധതികളുടെ ബജറ്റ് പെർഫോമൻസ് എന്താണ് എന്നതിനെ കുറിച്ച് ഈ സർക്കാർ ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറാകണം. കാരണം ഞാൻ കൃത്യമായി പറയാം, കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതികളില് വെറും 38% മാത്രമാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. പദ്ധതികൾ ആർക്കും പ്രഖ്യാപിക്കാം. ഒരു മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ മണൽപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി എന്ത് പ്രഖ്യാപനം വേണേലും തരാം. നിങ്ങൾ കമ്പിളിമാവനെ വേണേൽ പിടിച്ചു തരാമെന്ന് പ്രഖ്യാപിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് അവിടെയാണ് ഞാൻ ഇവിടെ വളരെ കൃത്യമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രഖ്യാപിച്ച പദ്ധതികളിൽ വെറും 38% മാത്രമാണ് ഈ കേരളത്തിൽ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചു. ബാക്കി തുക എവിടേക്കാ പോകുന്നത് അറിയാമോ? ബജറ്റിലെ പദ്ധതി ഈ പ്രഖ്യാപിച്ചത് മുഴുവൻ വക മാറ്റിയാണ്. ഞാൻ ഒറ്റ ഇവിടെ പറയുന്നു, ഇന്ന് മന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടു. ഇവിടെ SC ക്ഷേമത്തിന് വേണ്ടി, പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി 350 കോടി രൂപ ഞങ്ങൾ ഇതാ പുതുതായി അലോട്ട് ചെയ്തിരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ ബജറ്റിൽ അലോട്ട് ചെയ്ത തുകയിൽ 500 കോടി വകമാറ്റിയ, വെട്ടിച്ചുരുക്കിയ ആ സർക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ പുതുതായി 370 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. സമസ്ത മേഖലയിലും ഏത് പ്രഖ്യാപനം എടുത്താലും, ഏത് പദ്ധതി എടുത്താലും, ലൈഫ് പദ്ധതി 20% മാത്രമാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു അടവ് മാത്രമാണ്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ TS ചന്ദ്രൻ, ഈ ബഡ്ജറ്റിൽ MSME സെക്ടറിൻ്റെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അതോ പ്രഖ്യാപനങ്ങളല്ലാതെ പ്രായോഗികമായൊരു പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? ഈ ബഡ്ജറ്റിന്റെ ഒരു മെരിറ്റിലേക്ക് മേരി മാഡം പറഞ്ഞതുപോലെ ഞാൻ കിടക്കുന്നില്ല. വേണമെങ്കിൽ അത് ഓട്ടോൺ അക്കൗണ്ട് ആയിട്ട് തീർക്കാവുന്ന ഒരു കാര്യം ഉണ്ടായുള്ളൂ. 3 മാസം കഴിഞ്ഞിട്ട് പുതിയ ഗവൺമെന്റ് ഏതാണ് വരുന്നത്, അവരൊരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ ബഡ്ജറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ ബഡ്ജറ്റ് സമസ്ത മേഖലകളെയും, അതായത് ഇതൊരു ഇലക്ഷൻ ബഡ്ജറ്റാണ്, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റ് തന്നെയാണ്. അപ്പൊ സാധാരണ ആളുകളെ, സാധാരണക്കാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രഖ്യാപനങ്ങളും ആനുകൂല്യങ്ങളും ഈ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള എമൗണ്ട്, ക്ഷേമ പെൻഷന്റെ എമൗണ്ട്, അംഗൻവാടി വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള എമൗണ്ട്, അംഗൻവാടി ഹെൽപ്പേഴ്സ് അവർക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട്, എന്തിന് സ്കൂളിലെ പാചകക്കാരിക്ക് പോലും കൊടുത്തിട്ടുള്ള എമൗണ്ടില് വർധനവ് ഉണ്ടാക്കുന്നു. സാക്ഷരതാ പ്രേരക്മാരെ പരിഗണിച്ചിരിക്കുന്നു. ജിഗ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവർക്കൊക്കെ ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന ലെവലിൽ ഈ വക അടിസ്ഥാനപരമായിട്ടുള്ള താഴേക്കിടയിലുള്ള ആൾക്കാരെയൊക്കെ ഈ ബഡ്ജറ്റ് അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നത് ഈ ബഡ്ജറ്റിന്റെ എടുത്തു പറയാവുന്ന ഒരു മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യുന്നതിന്
ഇത് ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ വ്യവസായ മേഖലയുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ അതിനു മുൻപ് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമാണ്. ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 12ാം ശമ്പള പരിഷ്കരണമാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11ാം ശമ്പള പരിഷ്കരണം 2019 സെപ്റ്റംബർ 1 മുതലാണ് നടപ്പിലാക്കിയത്. 11ാം ശമ്പള പരിഷ്കരണം അതിന്റെ കുടിശ്ശിക ഒരു ഗഡു കൂടി ഇനിയും ജീവനക്കാർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. അതിനെക്കുറിച്ച് ഈ ബഡ്ജറ്റ് മിണ്ടുന്നില്ല. എന്നിട്ട് ഇപ്പം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കും, അതിന് കമ്മിറ്റി വെക്കും. ഈ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ടോ ഈ ഏതെങ്കിലും ഒരു ശമ്പള പരിഷ്കരണ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഈ ശമ്പളം പരിഷ്കരിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ ശമ്പളം പരിഷ്കരിക്കേണ്ടത് 2024 സെപ്റ്റംബർ 1 മുതലാണ്. 2024 സെപ്റ്റംബർ 1 മുതൽ പരിഷ്കരിക്കേണ്ട ശമ്പള പരിഷ്കരണം 2026 ഏപ്രിൽ റിപ്പോർട്ട് വാങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞാൽ മിനിമം 2028-29 കാലഘട്ടത്തിലല്ലാതെ ഈ ശമ്പള പരിഷ്കരണ ഉത്തരവ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ പോലും വരാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ശമ്പള പരിഷ്കരണം എന്ന ഒരു പ്രഖ്യാപനം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അല്പം പോലും യാഥാർത്ഥ്യ ബോധം അടങ്ങാത്ത ഒന്നാണ് ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് ഒത്തിരി ജീവനക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടും, മറ്റു സൗകര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ന്യായയുക്തമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല. 2024 സെപ്റ്റംബർ 1 ശമ്പളം പരിഷ്കരിക്കണമായിരുന്നു എങ്കിൽ 2025 കമ്മീഷന് വെക്കണ്ടേ? ഇതിപ്പോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഇതിനകത്ത് ഇല്ലെന്ന് മാത്രമല്ല, സർക്കാർ ജീവനക്കാരോട് ഒപ്പം നിൽക്കുകയാണ് എന്ന ഒരു ബോധ്യം ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല അതിന്റെ ബാധ്യത വളരെ വളരെ കൂടുതലാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻ പ്രാക്ടീസ് ശമ്പള പരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം അത്ര പെട്ടെന്നൊന്നും ജീവനക്കാർക്ക് കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഇനി MSME ചെറുകിട വ്യവസായ മേഖലയിലേക്ക് വരികയാണ് എങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഈ സെക്ടറിലേക്ക് വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം പല രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു മുഖ്യമായ കാരണം എന്ന് പറയുന്നത് 2018 മുതൽ സംരംഭം തുടങ്ങേണ്ടുന്ന നിയമങ്ങൾ സമഗ്രമായി പരിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സമഗ്രമായ നിയമപരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംരംഭം കുറച്ചുകൂടി വ്യാപകമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്ന നമ്മുടെ കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്ന ആഗോള നിക്ഷേപക സംഗമം, ആ പ്രോഗ്രാം വളരെ വിജയകരമായി നടന്നുപോയ ഒരു പ്രോഗ്രാമാണ്. അതിലെ കുറേയേറെ 104ഓളം പദ്ധതികൾ റിയലിസ്റ്റിക് ആയിട്ട് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വന്നു കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ബജറ്റ് വ്യവസായ മേഖലയെ കാര്യമായി അഡ്രസ് ചെയ്തിട്ടില്ല. ഈ വ്യവസായ മേഖലയിൽ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും വ്യവസായ മേഖലയിൽ കൊണ്ടുവന്നിട്ടില്ല. പറയുകയാണ് എങ്കിൽ എണ്ണി പറയാവുന്ന കാര്യങ്ങൾ വ്യവസായ മേഖലയിലുണ്ട്. ഇപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംരംഭകർ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്, സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം സബ്സിഡി പോലുള്ള കാര്യങ്ങൾക്ക് അപേക്ഷിച്ച് വർഷങ്ങളോളം കാത്തിരുന്നിട്ടും 2022-23 ശേഷം പോലും ആ ആനുകൂല്യം വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 500 കോടിയോളം രൂപ സംസ്ഥാനത്ത് വിവിധ വ്യവസായികൾക്ക് ഈ ഒരു സ്കീം പ്രകാരം കൊടുത്തു തീർക്കാനുണ്ട്. ഇത്ര രൂക്ഷമായ ഒരു കുടിശ്ശിക വരുത്തുന്ന ഒരു സമ്പ്രദായം ഇതിനു മുൻപ് ഉണ്ടായിട്ടേ ഇല്ല. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ ബഡ്ജറ്റ് അഡ്രസ് ചെയ്തിട്ടില്ല. അതുപോലെ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം.
ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നിലവിലെ റവന്യൂ കമ്മി നോക്കുമ്പോൾ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ വരുമാന സ്രോതസ് ബഡ്ജറ്റിൽ കാണുന്നുണ്ടോ? ഒരു രൂപ പോലും അധികമായി സമാഹരിക്കാനുള്ള യാതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അതായത് 2024-25 9.78% മാത്രമേ റവന്യൂ വരുമാനം വർദ്ധിച്ചിട്ടുള്ളൂ. അതായത് 2024-25 25-26 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഈ ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി പറയുന്നത് 33.48% റവന്യൂ വർദ്ധിക്കുമെന്നാണ്. അപ്പോൾ 100% സാക്ഷരതയുള്ള, ഇത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനങ്ങളെയാണ് ഈ രീതിയിൽ പറ്റിക്കുന്നത്. അതായത് ഇതുവരെ ഉണ്ടാകാത്ത റവന്യൂ വരുമാനം ഇനി വർദ്ധിക്കും. അതേസമയം അധിക വിഭവ സമാഹരണത്തിന് യാതൊരു വിധത്തിലുള്ള മാർഗങ്ങളും നിർദ്ദേശിക്കുന്നില്ല. നമ്മുടെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഈ കേന്ദ്രത്തിന്റെ തിരിച്ചു വ്യത്യാസവും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കേരളം പിടിച്ചു നിന്നത് തനത് വരുമാനത്തിലുള്ള മുന്നേറ്റം കാരണമാണ് എന്നാണ്. ഇത് തന്നെ വളരെ അസത്യമായ ഒരു വസ്തുതാപരമായി തെറ്റായ ഒരു പ്രഖ്യാപനമാണ്. അതായത് നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് 2021 ധനമന്ത്രി പദം ഒഴിയുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ സമാഹരിക്കുന്ന തനത് വരുമാനത്തിൽ കേരളത്തിന് 4.07% ഓഹരി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഏറ്റവും പുതിയ ഡേറ്റ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്, അതായത് 2025-26 ആകുമ്പോൾ ഇത് 3.71 കുറയുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനമന്ത്രി പറയുന്ന ഈ വാദം തെറ്റാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ 2022-23 ദേശീയ സാമ്പിൾ സർവേയുടെ ഉപഭോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഡേറ്റ കാണിക്കുന്നത് ഗാർഹിക ഉപഭോഗത്തിൽ കേരളം 1-ാം സ്ഥാനത്താണെന്നാണ്. അതായത് നികുതി നൽകാനുള്ള ശേഷി മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൽ പക്ഷേ തനത് വിഭവ സമാഹരണത്തിൽ 2021 അപേക്ഷിച്ച് താഴോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? തനത് വിഭവ സമാഹരണം ഒരുപാട് പുരോഗമിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള ഒരുപാട് വായ്ത്താരികളാണ് ഈ ബജറ്റിൽ അദ്ദേഹം നടത്തുന്നത്. നമുക്കിത് ഇവിടെ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ഷേമ പെൻഷനുകൾ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. 2021 1600 രൂപയായി. ഈ അടുത്ത കാലത്ത് നവംബറിലാണ് 400 രൂപ വർദ്ധിച്ചത്. അപ്പോൾ ഇത് 2000 ആക്കിയതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ക്ഷേമ പെൻഷൻകാരെ അങ്ങ് സന്തോഷിപ്പിച്ചു, അവരെ കരുതി എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ 4 വർഷം അങ്ങേയറ്റം കൂടുതൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അനുഭവപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമുക്ക് ഈ ക്ഷേമ പെൻഷന്റെ മൂല്യത്തിൽ ഓരോ വർഷവും ശരാശരി 5% കുറവ് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് കണക്കിലെടുത്തപ്പോൾ കണക്ക് നോക്കിയപ്പോൾ കണ്ടത് 2026 ആകുമ്പോൾ ക്ഷേമ പെൻഷന്റെ മൂല്യം 1238 രൂപയായിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ 400 രൂപ കൂടെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 1638 രൂപയായിട്ട് മാത്രമേ വർദ്ധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വെറും 38 രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനിലുള്ള വർധനം. അപ്പോൾ ഈ രീതിയിൽ തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ധനമന്ത്രിയുടെ ഒരു രീതി. പിന്നെ വളരെ പരിഹാസ്യമായ ചില ബജറ്റ് നിർദ്ദേശങ്ങളെ കൂടി ഞാൻ ഇവിടെ ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ബിരുദ തലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കും എന്നുള്ളതാണ്
ഒരു വളരെ പരിഹാസ്യമായ ഒരു നിർദ്ദേശം. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾ അവർ ഒരു മാസം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ചാർജ് എങ്കിലും അവർ യഥാർത്ഥത്തിൽ ഫീസായിട്ട് നൽകുന്നുണ്ടോ? വാർഷിക ഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ മൊബൈൽ ഫോണിന് വേണ്ടി ചെലവാക്കുന്നതിനേക്കാളും കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? സബ്സിഡികൾ അർഹരായവർക്ക് വേണ്ടി പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധി മറികടക്കാനൊക്കുള്ളൂ. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ 2025-26 ഏകദേശം 52,222 കോടി രൂപയാണ് ചെലവിടുന്നത്. പക്ഷേ ഫീസുകളായിട്ട് പലവിധ ഫീസുകളായിട്ട് സമാഹരിക്കുന്നത് 793 കോടി രൂപ മാത്രമാണ്. അതായത് റവന്യൂ ചെലവിന്റെ വെറും 1.71% ഫീസുകളായിട്ട് പിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ ഇതേ വർഷം തമിഴ്നാട്ടിൽ 5.56% സമാഹരിക്കുന്നു. അപ്പോൾ വിഭവ സമാഹരണത്തിന് മാർഗങ്ങളില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ മധ്യവർഗത്തെയും സമ്പന്നരെയും പരമാവധി സന്തോഷിപ്പിക്കുക. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെ ബാധിക്കും? 24 നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം, പക്ഷേ 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു ഗഡു DA കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ 12ാം ശമ്പള പരിഷ്കരണം 2024 നടപ്പാക്കേണ്ടതാണ്. മാറ്റിവെച്ച് എന്തുകൊണ്ട് മാറ്റിവെച്ചു? ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട്. അതായത് ശരിക്കു പറഞ്ഞാൽ ധനപ്രതിസന്ധിയില് മുങ്ങാങ്കുഴിയിട്ട് മുങ്ങുന്ന അവസ്ഥയിലാണ് സംസ്ഥാനം. അതുകൊണ്ടാണ് അത് നടപ്പാക്കാതെ മുന്നോട്ട് പോയത്. അങ്ങനെ നടപ്പാക്കാതെ മുന്നോട്ട് പോയി. ഇപ്പൊ എന്തുകൊണ്ട് നടപ്പാക്കാമെന്ന് തീരുമാനിച്ചു? അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, UDF ഗവൺമെന്റ് ആകട്ടെ LDF ഗവൺമെന്റ് ആകട്ടെ 5 വർഷം കൂടുമ്പോൾ ഈ പറയപ്പെട്ട ഈ ഈ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് 5 വർഷ ശമ്പള പരിഷ്കരണം ഒരു വളരെ നല്ലതാണ്. 10 ലക്ഷം വോട്ടുകൾ സ്വന്തം പോക്കറ്റിലേക്ക് വരുമെന്നാണ് ഇവരൊക്കെ ധരിച്ചു വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ സാധാരണ രീതിയിലെ വോട്ടുകളൊന്നും ആകർഷിക്കാൻ ഈ ശമ്പള പരിഷ്കരണം കൊണ്ട് കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം നമുക്ക് ഓരോ പാർട്ടിയിലുള്ള വിശ്വാസം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിനെ മാറ്റിമറയ്ക്കാനായിട്ട് ശമ്പള പരിഷ്കരണം ഒരു 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 വഴിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ശമ്പള പരിഷ്കരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിലുള്ള പലരും ഇതിനെ എതിർക്കുകയല്ല. ശമ്പള പരിഷ്കരണം ആവശ്യമാണ്. അത് തന്നെയുമല്ല, ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ധനപാദത്തിലെ അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓൾ ഇന്ത്യ തലത്തിൽ 0.25 ആയിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അന്ന് കേരളത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 8.56% ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്ര കൂടുതലാണ്, അത്ര വലിയ തോതിലാണ് കേരളത്തിൽ. നേരത്തെ ജോസഫാസ്റ്റൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തില്. എന്നിട്ട് ഇത്ര വലിയ വിലക്കയറ്റം കേരളത്തില് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും നമ്മൾ അത്രയധികം ഉയർന്ന വില കൊടുക്കണം. 0.25 ലെവൽ ആഗോള ഓൾ ഇന്ത്യ തലത്തിൽ നിൽക്കുമ്പോൾ 8.56 ആ റേറ്റിൽ നമ്മൾ ഇവിടെ വില കൊടുത്താലേ നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടൂ. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും ഒക്കെ ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആവശ്യം തന്നെയാണ്. പക്ഷേ അത് അവരുടെ അവകാശമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ അവകാശം, നമ്മുടെ സമ്പദ്ഘടനയിലുള്ള സാധാരണ മനുഷ്യരുടെ അവകാശം നോക്കണം. അതായത് ഇപ്പൊ ഈ അടുത്തിടെ പുറത്തു വന്ന ആഗോള ഗ്ലോബൽ ഇനീക്വാളിറ്റി റിപ്പോർട്ട്, ഗ്ലോബൽ ഇനീക്വാളിറ്റി റിപ്പോർട്ട് എന്താ പറയുന്നത്? ഇന്ത്യയിലെ ആകെ സമ്പത്തിന്റെ 40% 1% ഇന്ത്യക്കാരുടെ കയ്യിലാണ്. താഴെ തട്ടിലെ 15% പേർക്ക് ആകെ ലഭിക്കും. താഴെ തട്ടിലെ 50% പേർക്ക് ആകെ ലഭിക്കുന്നത് 15% ദേശീയ വരുമാനം മാത്രമാണ്. അവര് 50% ജനം
പങ്കിടുന്നത്. അത്ര വലിയ അസമത്വം, ഗ്ലോബൽ അസമത്വ ലാബ് എന്ന് പറഞ്ഞാൽ 200ഓളം ആഗോളതലത്തിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞർ, സാമ്പത്തിക ശാസ്ത്രജ്ഞരും അതിനോടനുബന്ധപ്പെട്ടവരും ഇന്ന് പ്രവർത്തിക്കുന്ന ലാബാണ്. അവരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഭാഗമാണ് കേരളവും, ആ ഇനീക്വാളിറ്റിയുടെ. അങ്ങനെയുള്ള കേരളത്തിലെ ഉള്ളവർ കൂടുതൽ എടുത്തോട്ടെ. കോളേജ് അധ്യാപകർ എന്തായാലും നിർധനരല്ല. അങ്ങനെ കോളേജ് അധ്യാപകരോ സ്കൂൾ അധ്യാപകരോ ആരുമാകട്ടെ, ഒരു സ്ഥിര ജോലി ഉള്ളവർ കേരളത്തിൽ ഒരു കാരണവശാലും നിർധനരുടെ വഴിയിൽ കൂട്ടത്തിൽപ്പെട്ടവരല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം കൊടുത്ത് അവരെ സ്വസ്ഥരാക്കുക, അവരെ കൂടുതൽ ധനികരാക്കുക. അതല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഈ ഇനീക്വാളിറ്റി എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, സാധാരണക്കാരിലേക്ക് കൂടുതൽ എങ്ങനെ എത്തിക്കാം, അവരുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുക മാത്രമല്ല, ശമ്പള പരിഷ്കരണത്തെക്കാൾ ഉപരി പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഉണ്ട്. ഈ അടുത്തയിട നീതി ആയോഗ് നടത്തിയ ഒരു പഠനം, അതായത് ഒരു സംസ്ഥാനത്തിന്റെ എക്സ്പോർട്ട് സജ്ജത, പിന്നെ കയറ്റുമതി സജ്ജത, അതിനെ പറ്റിയാണ് പഠനം നടത്തിയത്. 2025-26 നടത്തിയ പഠനം. ആ പഠനത്തിന്റെ റിസൾട്ട് പറയുന്നത് ഈ കേരളത്തിന് കിട്ടിയ മാർക്ക് 53.76 ആണ്. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞുപോയി? അതായത് ശരിക്കും ശരാശരിയിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം കേരളത്തിലെ ഭൂമി ദൗർലഭ്യമുണ്ട്, അതുപോലെ വലിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്കറിയാം കൂലി കൊടുത്താൽ പോലെ കൂലി ഇവിടെ ന്യായമായ നല്ല കൂലിയുണ്ട്, ഡീസന്റ് ആയിട്ടുള്ള വേജ്. അതിനെ നമുക്ക് ഇകഴ്ത്തി പറയേണ്ട കാര്യമില്ല, അത് കൂടിപ്പോയെന്ന് പറയണ്ട. പക്ഷേ നോക്കുകൂലിയും കൂടി വന്നാലോ, അതുപോലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് വന്നാലോ, ഇങ്ങനെ പലതരത്തില് ഇവിടെ വ്യവസായ ഫ്രണ്ട്ലി അല്ല കേരളം. പിന്നെ അതുപോലെ വേറെ ഒന്ന് വളരെ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ എഡ്യൂക്കേഷന്റെ നിലവാരം എവിടെയൊക്കെയാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്? ടെക്നോളജിയില്, ഇന്നോവേഷനില്, ഇതിലൊക്കെ ഭയങ്കര താഴെയാണ് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് മൈഗ്രേഷൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് അതായത് എങ്ങനെ ക്യാമ്പസുകളെ ശക്തീകരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയബിലിറ്റി ഉണ്ടാകണം, അവിടെ ഓൺട്രപ്രണർഷിപ്പ് വളർന്നു വരണം. അറിവ് കൊടുക്കുന്നതോടൊപ്പം, അറിവ് മാത്രം മനുഷ്യരെ ജീവിക്കാൻ സഹായിക്കില്ല, അറിവിനോടൊപ്പം കർമ്മശേഷി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മന്ത്രി രാജീവ് പല ബജറ്റിലും പറഞ്ഞിട്ടുണ്ട്, ഒരു എന്താ പറയാ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ക്യാമ്പസുകളിൽ വളർന്നു വരണം. അതിനുവേണ്ടി നല്ലവണ്ണം ഇൻവെസ്റ്റ്മെന്റ് വേണം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം മാത്രമല്ല, അധ്യാപകരായിട്ടുള്ള സ്കൂൾ അധ്യാപകരായിട്ട് കോളേജ് അവരൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ചോദിക്കുകയാണ്, ഒരു പുസ്തകം ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ ചോദിക്കുകയാണ്, ദ വേൾഡ് ഈസ് ഫ്ലാറ്റ്, എത്ര പേര് ആ പുസ്തകം വായിച്ചിട്ടുണ്ട്? ദ വേൾഡ് ഈസ് ഫ്ലാറ്റ്. ഇപ്പോഴും അധ്യാപകര് വേൾഡ് ഓവലാണ്, റൗണ്ട് ആണ് എന്ന് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എന്താണ് ഈ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്നുള്ളതിന്റെ അർത്ഥം? എന്ന് വെച്ചാൽ അധ്യാപകര് പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. ശമ്പള പരിഷ്കരണം അധ്യാപകരെ എക്യുപ്പ് ചെയ്യുന്നതിനോടൊപ്പം ക്യാമ്പസുകളെ എക്യുപ്പ് ചെയ്യണം. ഒന്നാമത് ക്യാമ്പസുകളെ എക്യുപ്പ് ചെയ്യുക, എന്നിട്ട് അധ്യാപകരെ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം. ശരി, ഡോക്ടർ മേരി ജോർജ്, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ 2 ലക്ഷം കോടി വലിപ്പമുള്ള ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ പോലും സംസ്ഥാനത്തിൻ്റെ പൊതുകടം ആശങ്കാജനകമല്ലേ? ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ? അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ വർഷം ഈ 2 ലക്ഷം കോടി അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ബജറ്റ്. അതിൻ്റെ 20% 40,000 കോടി രൂപ നമ്മൾ കടമെടുക്കുകയായിരുന്നു, നമ്മുടെ വരുമാനമായി കണക്കൂട്ടിയത്. ഈ വർഷം അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 20% ആണെങ്കിൽ ഈ വർഷം അതിൻ്റെ മുകളിലേക്ക്, കാരണം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് റവന്യൂ ഇൻകം അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ ആദ്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്ക് കിട്ടാമായിരുന്ന വലിയൊരു സോഴ്സ് ഉണ്ട്. അത് എന്ന് പറയുന്നത് GST നിന്നുള്ള നമ്മുടെ വരുമാനം. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. നമുക്ക് ഒരു 30% GST വരുമാനത്തിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ 10% താഴെയാണ് നമുക്ക് ആ രീതിയിലൂടെ കിട്ടുന്ന വരുമാനം.
അവിടെ തന്നെ നമുക്ക് ഗുരുതരമായ പാളിച്ചുണ്ടാകുകയാണ്. ഞാനിവിടെ ആദ്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമുക്ക് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം അഡീഷണലായി പുതുതായി വന്ന നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് വെറും 374 കോടി മാത്രമാണ്. അതിൽ 200 കോടി രൂപ മാത്രമേ ഉള്ളൂ ഈ നികുതി വരുമാനം. 150 കോടിക്ക് മുകളിൽ മാത്രമേ ഉള്ളൂ നികുതിയേതര വരുമാനം. ഇപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാല് ഒരു 50,000 തൊട്ട് ഒരു 70,000 കോടി രൂപ വരെ നമ്മൾ പുതുതായി കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചുൾപ്പെടെ, അല്ല ജീവനക്കാർക്ക് 6% ക്ഷാമബത്ത കൊടുക്കാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സർക്കാർ പറയുന്നത് ഇത് വലിയ ക്ഷേമ ബജറ്റാണ് എന്നുള്ളത്. ക്ഷേമ ബജറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ക്ഷേമ ആനുകൂല്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയെന്ന് പറയുമ്പോൾ തന്നെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞത് അവശേഷിക്കുകയാണ് 2,500 രൂപ ക്ഷേമ പെൻഷനുകൾ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപേ 400 രൂപ കൂട്ടിക്കൊടുത്തത് അല്ലാതെ ഈ ബജറ്റിൽ 1 രൂപ പോലും അതിനുവേണ്ടി കൂട്ടി കൊടുത്തിട്ടില്ല. നമ്മളാരും അറിയാത്ത മറ്റൊരു മേഖല കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ഈ പറയുന്ന ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന 16 ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെ അവർക്ക് എത്ര മാസമായി കുടിശ്ശികയാണെന്നറിയാമോ? ഒരു മാസം പോലും ക്ഷേമ പെൻഷനുകൾ ഞങ്ങൾ കുടിശ്ശികയാക്കിയിട്ടില്ല എന്ന് പറയുന്ന സർക്കാർ വെറും 62 ലക്ഷം ആളുകളുടെ മാത്രം ക്ഷേമ പെൻഷനുകളെ കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്. ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ആനുകൂല്യം കിട്ടാതെ കഴിഞ്ഞ 18 മാസമായി ബുദ്ധിമുട്ടുന്ന ഒരു 18 ലക്ഷം ആളുകൾ കൂടി കേരളത്തിലുണ്ട്. അവരുടെ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ വേണ്ടി ഒരു നായ പൈസ പോലും മാറ്റി വെക്കാൻ വേണ്ടി സർക്കാർ ഈ ബജറ്റിൽ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 8-9 മാസമായി ഇൻഫ്ലേഷൻ റേറ്റില്, വിലക്കയറ്റ റേറ്റില് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ ശരാശരി പണപ്പെരുപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ 1% താഴെ പോകുന്ന സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നത് 1.5% ഒരു ഇതിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സാമ്പത്തിക മാന്ദ്യം ഇന്ത്യ രാജ്യത്തെ തുറച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, ഒരു ഹെൽത്തി എക്കോണമി ആണെങ്കിൽ അവിടെ ഒരു മിനിമം ഇൻഫ്ലേഷൻ ഉണ്ടാവണം. അതിന് താഴേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോകുമ്പോൾ കേരളത്തിലെ കഴിഞ്ഞ 9 മാസമായി നമ്മുടെ ഇവിടുത്തെ വിലക്കയറ്റ തോത് എന്ന് പറയുന്നത് 9.25%, ഏകദേശം 10%-അടുത്ത് വന്ന് നിൽക്കുക. പക്ഷെ ഈ ബജറ്റില് കാരണം ജനങ്ങൾക്ക് 500 രൂപ കൂട്ടിക്കൊടുക്കും, 1000 രൂപ കൂട്ടിക്കൊടുക്കും എന്നുള്ള പ്രഖ്യാപനത്തിനപ്പുറം ജനങ്ങളുടെ പോക്കറ്റ് ചോരുന്ന മാർഗമാണ് ഈ വിലക്കയറ്റം എന്ന് പറയുന്നത്. ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്ത് പ്രഖ്യാപനമാണ് ഈ ബജറ്റിൽ ഉണ്ടായത്? കാരണം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി, അല്ലെ സപ്ലൈകോ ആണെങ്കിലും, അല്ലെ വിപണിയിൽ ഇടപെടുന്നതാണെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് കാണുന്നില്ല. കാരണം നമുക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയല്ലാതെ ഒരു യാഥാർത്ഥ്യ ബോധവുമുള്ള ബജറ്റ് അല്ല എന്ന് പറയുന്നതിന് കൃത്യം. കാരണം എന്താ, നമ്മുടെ ഇവിടെ സർക്കാർ പറയുന്നു ഇവിടെ ഞങ്ങള് നമ്മുടെ കടമെടുപ്പ് അല്ലെങ്കിൽ നമ്മൾ കടമെടുക്കുന്നത് നമ്മൾ നിയന്ത്രിക്കുകയാണ്. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ഈ പറയുന്ന കടം എന്ന് പറയുന്നത്. ഇവിടെ സർക്കാർ പറയുന്നത് ഇതിന്റെ ആരും, എനിക്ക് ഒറ്റ കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇന്നലെ നമ്മുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്ന കേരളത്തിലെ പൊതുകടം 3 ലക്ഷം കോടിയേ ഉള്ളൂ എന്നാണ്. പക്ഷെ റിസർവ് ബാങ്ക് കഴിഞ്ഞ വർഷം പറഞ്ഞത് ഏകദേശം 5.5 ലക്ഷം കോടിക്കടുത്താണ്. അപ്പൊ ഇതിന്റെ അകത്ത് ആര് പറയുന്നതാണ് ശരി എന്ന് എനിക്കറിയില്ല. സംസ്ഥാന സർക്കാർ പറയുന്ന കണക്കാണോ ശരി, അതോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന കണക്കാണോ ശരി എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. RBI പറയുന്ന കണക്കാണെങ്കിൽ വളരെ അപകടകരമായ സിറ്റുവേഷനിലേക്ക് നമ്മുടെ കേരളം പോവുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ TS ചന്ദ്രൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും നോളജ് പാർക്കും മറ്റും കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് എത്രത്തോളം ഉണർവ് നൽകും? ഈ കണക്ട് ടു വർക്ക് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ വ്യവസായ മേഖലയ്ക്ക് പോഷിപ്പിക്കത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 1800 കോടി രൂപയാണ് വ്യവസായ മേഖലയ്ക്ക് മൊത്തത്തിൽ മാറ്റിവെച്ചത്. അത് ഈ വർഷം 1971 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് സാധാരണഗതിയിലുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു വർധനവ് മാത്രമാണ്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല ഘടകങ്ങളും അതിന്റെ ഒരറ്റത്ത് പോലും തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 200 കോടി കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയത് പാലക്കാട് ബാംഗ്ലൂർ കോറിഡോർ, ഇൻഡസ്ട്രിയൽ കോറിഡോറിന് വേണ്ടിയിട്ടാണ്. അതിന്റെ യാതൊരു വഴിക്കും അത് പോയിട്ടില്ല.
അപ്പോൾ ഈ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വശം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തതിൽ നിന്നും കാര്യമായ ഒരു ജമ്പ് ഇപ്പോ ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ സാങ്കേതിക വികസനത്തിന്റെ ഒരു 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 കണ്ണാടിയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ പോഷിപ്പിക്കപ്പെടേണ്ടത് ആ ഒരു രാജ്യത്തിന്റെ കടമയാണ്. ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പല സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മതിയായ ഫണ്ട് ലഭിക്കുന്നില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ആ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് പല സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും ഉണ്ടാവില്ല. കാരണം അതൊക്കെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നോർമൽ കോഴ്സിൽ ഇവരുടെ ഏറ്റവും നല്ല സപ്പോർട്ട് വേണ്ടത് ഈ സ്റ്റാർട്ടപ്പുകൾക്കും മറ്റുമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിൽ പോലും ഈ കുറി കാര്യമായ ഒരു വർധനവ് അല്ലെങ്കിൽ കാര്യമായ 110 CR ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാർട്ടപ്പ് എക്കോത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ കാര്യത്തിൽ പോലും മതിയായ തുക ഈ ബഡ്ജറ്റില് മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്കയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചറിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കടം വല്ലാണ്ട് കൂടുകയാണെന്നുള്ള കാര്യമൊക്കെ അറിയാം, അതെല്ലാവരും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 15 വർഷത്തെ നമ്മുടെ കേരളത്തിന്റെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ലെവൽ പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ 30, 35, 40% ഒക്കെയാണ് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ വരാറുള്ളൂ. ഇപ്പോഴും 38% വന്നിട്ടുണ്ട്. അത് വലിയൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. സ്വാഭാവികമായും ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിലേക്ക് ഒരു ജമ്പ് ഉണ്ടാകുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിലാണ് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ ഏതാണ്ട് ഒരു 40% എങ്കിലും ചെലവാക്കപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും ഈ 15 വർഷത്തെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണ് എങ്കിൽ ഒരിക്കലും ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ 100% ചെലവാക്കിയ ഒരു ചരിത്രം നമുക്ക് കാണാനേ പറ്റില്ല. അത് സാധാരണഗതിയിൽ 40 ആകും, 50 ആകും, 60 ആകും, 70% വരെ എത്തിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ പ്ലാൻ എക്സ്പെൻഡിച്ചർ പോയ ഒരു വർഷം പോലും ഈ 15 വർഷത്തിനിടയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനത് സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ. അപ്പം അതൊരു വലിയ കുറവായിട്ട് ഇപ്പൊ എക്സ്പെൻഡിച്ചർ കുറവാണ് എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ കാര്യമുണ്ട് താനും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2023 മുതൽ 22-23 മുതൽ ഉള്ള പല ഫണ്ടും ഇതുവരെ മാറാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അത് ഈ മാർച്ച് കഴിഞ്ഞാലും മാറാൻ കഴിയില്ല. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പബ്ലിക് വർക്ക് ഏറ്റെടുത്ത ആൾക്കാർക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ പല ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാർക്ക് അത്തരം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുമില്ല. പക്ഷെ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയും അത് ഡ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ട്രഷറിയിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് എങ്കിൽ ഒരു 10, 60, 70% ഒക്കെ എക്സ്പെൻഡിച്ചർ ആക്കുന്നതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും തടസ്സമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് ഈ വ്യവസായ മേഖലയ്ക്ക് ഇത്ര വലിയ ജമ്പ് ഉണ്ടാക്കിയ, നല്ല രീതിയിൽ പെർഫോം ചെയ്ത, നിയമപരിഷ്കാരങ്ങൾ വളരെ ആഴത്തിൽ കൊണ്ടുവന്ന ഈ മേഖലയ്ക്ക് പരിഗണിക്കേണ്ട രീതിയിലുള്ള ഒരു പരിഗണന വ്യവസായ മേഖലയ്ക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന പ്രഖ്യാപനവും സ്ത്രീ സുരക്ഷാ പെൻഷനും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ തെളിവായിട്ട് എടുക്കാൻ കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടർ തോമസ് ഐസക് ചെയ്തതുപോലെ അദ്ദേഹം കേരളത്തിൽ ധനകാര്യം കുളം തോണ്ടിയതിന്റെ ആള് എന്ന രീതിയിൽ ഒരിക്കലും അദ്ദേഹം ഒരു ദാക്ഷിണ്യവും അറിയുന്നല്ല. എങ്കിലും 2016 വീണ്ടും ധനകാര്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു. അത്
അന്ന് വെറും 600 രൂപയായിരുന്ന വെൽഫെയർ പെൻഷൻ, ക്ഷേമ പെൻഷൻ 1000-ലേക്ക് വർദ്ധിപ്പിക്കുകയും അതിനുശേഷം ഓരോ വർഷവും 100 രൂപ വീതം വർദ്ധിപ്പിച്ച് അദ്ദേഹം ഇറങ്ങുമ്പോൾ അത് 1600 രൂപയാക്കി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ 4 വർഷത്തിൽ ഈ ബാലഗോപാൽ എന്ന ധനമന്ത്രിക്ക് 100 രൂപ പോയിട്ട് 50 രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന്റെ യഥാർത്ഥ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. അത് 1638 രൂപ മാത്രമാണ്. അപ്പോൾ ഇത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക മാത്രമാണ്. കാരണം ജനങ്ങൾക്ക് പലപ്പോഴും ഈ ഇൻഫ്ലേഷന്റെയും അതിന്റെ പണപ്പെരുപ്പത്തിന്റെ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഈ ഒരു മൂല്യശോഷണത്തെ കുറിച്ചൊന്നും അറിവുണ്ടായില്ല. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്, 1600 രൂപ ആയിരുന്നു, 2000 രൂപ ആയല്ലോ, അതൊരു വലിയ കാര്യമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ പെട്രോളിന്റെ മേലും മദ്യത്തിന്റെ മേലും സെസ് ഏർപ്പെടുത്തി സാധാരണ വൃദ്ധജനങ്ങൾ അടക്കമുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് പണം കവരുകയാണ് സർക്കാർ ചെയ്തത്. ആ പണമെങ്കിലും അവർക്ക് തിരിച്ചു കൊടുത്തോ? ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ ധനശാസ്ത്രത്തിൽ ഫിസ്ക്കൽ ഇല്യൂഷൻ, ധനമിഥ്യ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് നികുതി വരുമാനം മുഴുവൻ ഇൻഡയറക്റ്റ് ടാക്സിലൂടെ, പരോക്ഷ നികുതികളിലൂടെ സമാഹരിക്കുന്ന സമൂഹങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മിഥ്യയിൽ അകപ്പെട്ടു പോകും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ധനമിഥ്യയിൽ ജനങ്ങളെ പെടുത്തി വിശ്വാസം, അതായത് അവർക്ക് എന്തോ ചെയ്യുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുകയും അതുവഴിയായിട്ട് ഭരണത്തിലേറുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വലതും ഇടതുമായ ഭരണങ്ങൾ എല്ലാ കാലവും ചെയ്തു വന്നിരുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഈ ധനകാര്യമന്ത്രിയും ചെയ്തത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ വരികയാണെങ്കിൽ, ഞങ്ങളെ തിരികെ വരാൻ നിങ്ങൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഈ രീതിയിലുള്ള വർധനവുകൾ തരും, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാൻ പോവുകയില്ല എന്നൊരു സന്ദേശം ഭംഗ്യന്തരേണ ജനങ്ങളിലേക്ക് കൈമാറുകയാണ് ഈ ബജറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഭവ സമാഹരണം നടത്താൻ മാർഗങ്ങളില്ലാത്തതുകൊണ്ടല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ തമിഴ്നാടിൽ ചെയ്യുന്ന പ്രവർത്തനം പോലും അത്രമാത്രം വിഭവങ്ങൾ പോലും കേരളത്തിൽ സമാഹരിക്കുന്നില്ല. മൊത്തം വരുമാനത്തിൽ തനത് വരുമാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ 61% ഈ 4 ഇനങ്ങളിൽ നിന്നാണ്: പെട്രോൾ, മദ്യം, ഭാഗ്യക്കുറി, മോട്ടോർ വാഹനങ്ങൾ. ഇതിൽ പെട്രോളും മദ്യവും അതുപോലെ തന്നെ ലോട്ടറിയിൽ ഇതിന്റെ പ്രധാന ഉപഭോക്താക്കൾ കേരളത്തിലെ പാവപ്പെട്ടവരും പുറമ്പോക്കിൽ കിടക്കുന്നവരുമാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇത്രമാത്രം വിഭവങ്ങൾ ഖജനാവിലെത്തിക്കുന്ന പാവപ്പെട്ടവരും പുറമ്പോക്കിൽ കിടക്കുന്നവരും മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ 14,000 കോടി രൂപയാണ് ലോട്ടറിയിലൂടെ സമാഹരിക്കുന്നത്. ഓരോ പ്രാവശ്യവും ബമ്പർ നറുക്കെടുപ്പുകളിലൂടെ സാധാരണ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് ഈ പണം സമാഹരിക്കുന്നത്. ഇത് തന്നെയാണ് മദ്യത്തിലും അതുപോലെ തന്നെ പെട്രോളിലും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്യ സർക്കിൾ, ഈ ഒരു ദൂഷിത വലയത്തിൽ നിന്ന് പൊതുവിഭവ സമാഹരണത്തിൽ ധൈര്യമായി മുന്നോട്ട് പോകാൻ ഉള്ള ഒരു നിർദ്ദേശവും ഈ ബജറ്റിൽ ഇല്ലായെന്ന് മാത്രമല്ല, ഇതിനെ നമ്മൾ ഓവർകം ചെയ്യണം, ഇതിനെ നമ്മൾ മറികടക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനമോ ഒരു നിർദ്ദേശമോ അതല്ലെങ്കിൽ ഒരു അഭിലാഷം പോലും നമ്മുടെ ധനമന്ത്രിക്കില്ല. അദ്ദേഹം പറയുന്നത് കേന്ദ്രമാണ് എല്ലാത്തിനും കാരണം, കേന്ദ്രത്തിന്റെ അവഗണനയെ നമ്മൾ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നും കാര്യമായി എതിർക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, കേന്ദ്രത്തിൽ നിന്നുള്ള വിഭവ കൈമാറ്റത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനമായ കാരണം ഫെഡറലിസത്തിന്റെ ലോജിക്ക്, അതല്ലെങ്കിൽ അതിന്റെ യുക്തി തന്നെയാണ്. വികസിത സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിച്ച് അവികസിത സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഫെഡറലിസത്തിന്റെ തത്വം തന്നെ. അപ്പോൾ കേരളം എല്ലാ കാര്യത്തിലും 1-ാം സ്ഥാനത്താണ്, ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്താണ്. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളൊക്കെ
വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് എന്ന് ഒരു വശത്ത് പറയുന്നു. അതേസമയം തന്നെ ഞങ്ങൾക്ക് വിഭവങ്ങൾ സമാഹരിക്കാൻ യാതൊരു മാർഗവുമില്ല, കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പരിതപിക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ഇപ്പോൾ ഈ LDF മാറി UDF വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിലെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം അവരും ഇപ്പോൾ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർക്കും, ശമ്പള പരിഷ്കരണം ഞങ്ങൾ നടത്തും. അങ്ങനെ അവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ള, അതായത് വെറും ജനസംഖ്യയുടെ വെറും 5% പേരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും എന്ന് ഓർക്കണം. അപ്പോൾ 95% വരുന്ന സാധാരണ ജനങ്ങളിൽ നിന്ന് പൊതുവിഭവങ്ങൾ പലതരത്തിൽ സമാഹരിച്ച് അത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമായ 5%-ലേക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ ബജറ്റ് എന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിനും കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ അത് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഗുജറാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ കാലം വർക്ക് ചെയ്തവനാണ്. ഒരുപാട് പ്രവർത്തനം അതിൽ എഴുതുകയും വായിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ സംവിധാനത്തിൽ ജോസ് സെബാസ്റ്റ്യൻ പറഞ്ഞ ആ ഒരു ഐഡിയ, അതായത് സമ്പന്ന സംസ്ഥാനങ്ങളിൽ നിന്നെടുത്ത് ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് ജോസ് സെബാസ്റ്റ്യനോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. കഴിവുകൊണ്ട് കഷ്ടപ്പെട്ടാണ് ഓരോ സംസ്ഥാനവും വളർച്ചയുടെ വലിയ ശ്രേണികളിലേക്ക് എത്തുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് എത്തിയ സംസ്ഥാനങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് അവരുടെ ധനം എടുത്തു വേണോ? അതായത് ഒന്നും ചെയ്യാതെ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നടന്ന ദരിദ്ര സംസ്ഥാനങ്ങൾ, അവർ ദരിദ്രമായി തന്നെ തുടരുന്നത് അവിടുത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടുമാണ്. അപ്പൊ ഇവരെ ശിക്ഷിച്ചുകൊണ്ട് വേണോ അവരെ സഹായിക്കാൻ എന്നൊരു ചോദ്യം കൂടി എനിക്ക് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തില് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒന്നാമത് ഡെവല്യൂഷൻ, അതായത് ഡെവല്യൂഷന്റെ നോംസിൽ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ വികസിത സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നത്. ശരിയാണ്, ജോസ് സെബാസ്റ്റ്യൻ പറഞ്ഞ ലോജിക് അവിടെ കൃത്യമായിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതിന് ഞാൻ വിട പറയാം. രണ്ടാമതും മൂന്നാമതും എനിക്ക് കാരണങ്ങളുണ്ട്. അതായത് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, അതിന്റെ ഒക്കെ 68 സ്കീംസ് ഉണ്ടായിരുന്ന 28 കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അത് വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ഓരോ സ്കീമിന്റെയും സെന്ററിന്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അത് എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിരോധത്തിലാക്കുന്നു, ധനപ്രതിരോധത്തിലാക്കുന്നു. ഇനി മൂന്നാമതൊന്ന് സെസ് ആൻഡ് സർചാർജ്, ടാക്സ് ഓൺ ടാക്സ് ആണ് ഇത് രണ്ടും. ഈ രണ്ട് തരത്തിലും വലിയ തോതില് സെൻട്രൽ പൂളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം വാരിക്കൂട്ടുന്നു. അത് ഷെയറബിൾ അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ 271 അനുസരിച്ചാണ് ഈ പറയപ്പെട്ട സെസ്സും സർചാർജും ഈടാക്കുന്നത്. അത് രണ്ടും സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടവയല്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഈ രണ്ട് സോഴ്സിലും വലിയ തോതില് സെൻട്രൽ പൂളിലേക്ക് പണം സമാഹരിക്കുന്നു. ഉദാഹരണത്തിന് 18% സെസ് 2017-18 വരെ. അത് 2023 ആയപ്പോഴത്തേക്കും 133% വർധനവാണ് അതിലുണ്ടായത്. അപ്പൊ അത്രയധികം മാറ്റങ്ങൾ വരുത്തി. അതും സെൻട്രൽ ഗവൺമെന്റ് സെസ്സും സർചാർജും ഈടാക്കിയതിന് ശേഷം വേണം അതേ ഉൽപ്പന്നങ്ങളിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് നികുതി ഈടാക്കാൻ. അപ്പൊ അവര് പ്രതിരോധത്തിലായി. അവർക്ക് വലിയ തോതിൽ നികുതി ഈടാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഈ 3 രീതിയിൽ, അതായത് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനില് വേറെയും നോംസ് ഉണ്ട്. ജോസ് സെബാസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ല, ഞാനും ആ നോംസിലേക്ക് പോയില്ല. ഒറ്റ നോം, പോപ്പുലേഷൻ എന്ന നോം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ നോംസ് ഒക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് വലിയ തോതില് നന്നായിട്ട്, അതായത് ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനങ്ങളെ ചൂഷണം ചെയ്യുന്നു, പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞവയ്ക്ക് വേണ്ടി. പിന്നെ ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, ഇപ്പൊ അവസാനത്തെ എക്സാമ്പിൾ ആണ് നമ്മുടെ MGNREGA വിംജി റാംജി ആക്കി മാറ്റിയിട്ട് 90-10 എന്നിരുന്ന ഷെയറിങ് 60-40 എന്ന രീതിയിലാക്കി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ഒരുപാട് ലാഭമാണ് ഇപ്പൊ ഉണ്ടാകുന്നത്, ഒരുപാട് പണസമാഹരണം. അത് അത്ര കണ്ട് സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയുന്നത് പോലെ
അവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം കാലിൽ നിൽക്കാൻ അടവുകൾ പയറ്റണം, അതിനുള്ള കെൽപ്പുണ്ടാകണം. കാര്യശേഷി പറഞ്ഞ് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒരിക്കലും ആ കാര്യക്ഷമത കാണിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ ജോസഫ് ഫാസ്റ്റർ പറഞ്ഞതിനോട് വ്യക്തമാണ്. 100% ഇവിടെ ഡോക്ടർ മേരി ഞാനൊന്ന് ഇടപെടുകയാണ്. പേരും അതിന് വളരെ നന്നായി സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. വ്യക്തമാണ്, അത് 100% ശരിയുമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. പ്രൊഫസർ റോണി കെ ബേബി, ചെറുപ്പക്കാരുടെയും യുവജനങ്ങളുടെയും പ്രശ്നങ്ങൾ, അവരുടെ തൊഴിലില്ലായ്മ, വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യങ്ങൾ, ഇത്തരം ദീർഘവീക്ഷണത്തോടു കൂടിയ നടപടികൾ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്താണെന്നറിയാം, നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. ഈ വർഷം തന്നെ എത്ര ശതമാനമാണ് ബജറ്റ് അലോക്കേഷൻ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? വെറും 14%. നമ്മൾ മുൻ വർഷങ്ങളിലെ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ, LDF സർക്കാരിന്റെ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 10% മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, മൂലധന ചെലവ് എന്ന് പറയുന്നത്. അതായത് പുതിയ വികസന പദ്ധതികൾക്ക് വേണ്ടി വ്യാവസായിക മേഖലയിലായിക്കോട്ടെ, കാർഷിക മേഖലയിലായിക്കോട്ടെ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടി സർക്കാർ ചെലവിടുന്ന പണം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അപ്പോൾ പതിയെ പതിയെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മേഖലകളിൽ നിന്നും സർക്കാർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടുന്നുമില്ല. അതാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി. നമ്മൾ പുറമെ പറയുന്നു, സർക്കാർ പറയുന്നു കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു, വലിയ വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഇവിടെ വികസനം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. അതൊന്നെങ്കിൽ പബ്ലിക് സെക്ടറിന്റെ ഭാഗത്തുണ്ടാവണം, പ്രൈവറ്റ് സെക്ടറിന്റെ ഭാഗത്തുണ്ടാവണം. പക്ഷെ വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാകത്തോളം കാലം നമുക്ക് എങ്ങനെ ജോബ് ക്രിയേഷൻ സാധ്യമാണ്? അതുകൊണ്ടാണ് നിരാശരായി ഈ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ കേരളം വിട്ടുപോയി. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ്. നമ്മളോട് ചർച്ച ചെയ്തതുപോലെ തന്നെ വികസനവും ക്ഷേമവും സമന്വയിപ്പിക്കാൻ ശ്രമിച്ച ബഡ്ജറ്റ് എന്നാണ് സർക്കാർ പക്ഷം അവകാശപ്പെടുന്നത്. എന്നാൽ കടക്കണിയും നികുതി വർധനവും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണുവെച്ചുള്ള ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങോട്ട് നയിക്കും എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.